എക്സ്കവേറ്ററിന് ശേഷം ചേട്ടൻ ഉണ്ടാക്കിയ ഒരു വണ്ടിയാണിത്. എന്ന് പറഞ്ഞാൽ നമ്മളെ എക്സ്കവേറ്റർ കണ്ട് ഇഷ്ടംപോലെ ആളുകൾ എൻക്വയറി ചെയ്തൊരു സംഭവം. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിന്റെ കുറച്ച് വിശേഷങ്ങൾ അറിയാണ്ട് അല്ലേ? നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാൻ ചെയ്യുന്ന നമ്മൾ ഇവിടെ ഒരു ബക്കറ്റ് അല്ലേ, അതാണ് ഉപയോഗിച്ചിട്ട്. ഇത് എത്ര വെയിറ്റ് വരെ നമുക്ക്? ഏകദേശം 150 കിലോളം വെയിറ്റ് പൊക്കാൻ പറ്റും. ഇതിൽ ഫോറം ഷീറ്റിലാണ്, നല്ല തിക്നെസ് ഉള്ള ഷീറ്റാണിത്. കുറെ കാലം ഉപയോഗിക്കാം. അതുകൊണ്ട് അതേമാതിരി ഇതിന്റെ ഹൈറ്റ് നമ്മൾ ഏകദേശം ഒരു 6 അടിയോളം ഹൈറ്റ് നമുക്ക് 6 അടി ഹൈറ്റ് വരെ പൊന്തിക്കാൻ പറ്റും അല്ലേ? അപ്പൊ നമ്മളെ എക്സ്കവേറ്ററിൽ നിന്നിട്ട് ഈ വണ്ടിയിൽ നമ്മൾ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് അറിയേണ്ടത്. മാറ്റങ്ങൾ ഇതിന്റെ ഫ്രണ്ട് ടയർ നമ്മൾ അത് ചെറിയ ഒരു പവർ വീഡറിന്റെ ടയർ ആയിരുന്നു അത്. അതിന് പകരം ഇത് ടാറ്റ സിപ്പ് പറഞ്ഞൊരു വണ്ടിന്റെ ടയറാണ്. ഇതിന് ഫ്രണ്ട് വീൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്ക് പവർ ടില്ലറിന്റെ വീല് തന്നെയാണ്. ഇത് ഷേപ്പിലെ വ്യത്യാസമുണ്ട്. സാധാരണ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുന്നത് നമ്മൾ ആ വണ്ടിയും നമ്മുടെ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒന്ന്. രണ്ടാമത്തത് ഇതിന്റെ എഞ്ചിൻ നമ്മൾ അത് 8.3 HP ആയിരുന്നു. പക്ഷെ അത് ഇതിലേക്ക് മതിയായില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോ ആ എഞ്ചിനെ കണ്ടിട്ട് പലരും പറഞ്ഞൊരു കാര്യം എന്താ പറഞ്ഞാൽ അതിന് അത്രയും പവർ ഉണ്ടോ, നല്ല ക്വാളിറ്റി ഉള്ളതാണോ, അതിന് സർവീസ് വാറണ്ടി കിട്ടുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചത്. അപ്പൊ നമ്മൾ അതില് 8.5 അല്ലെ 8.3 ആണ് നമ്മൾ എക്സ്കവേറ്ററിൽ ഉപയോഗിച്ചിരുന്നത്. ഇതിൽ എത്ര HP എഞ്ചിൻ? 10 HP ആണ്. അത് ഏത് കമ്പനി? അതേ തന്നെയാണ്. ഗ്രീവ്സ് പറഞ്ഞ ഇന്ത്യയിലെ നമ്പർ 1 ഡീസൽ എഞ്ചിൻ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഗ്രീവ്സ്. ഇപ്പൊ ലോകത്തുള്ള എല്ലാ ഓട്ടോകളിലും ആ ഗ്രീവ്സ് എഞ്ചിൻ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന്റെ സർവീസ് അല്ലെങ്കിൽ സ്പെയർസ് പറഞ്ഞ അവിടെ ഏത് മുക്കും മൂലയും കടകളിൽ പോയാലും അന്വേഷിച്ചാലും ഇതിന്റെ സ്പെയർസ് കിട്ടാൻ സാധ്യത. അതായത് ഇത് വാങ്ങിക്കൊണ്ടവർക്ക് പുറത്തൊരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിന്റെ പാർട്സിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ചെയ്യാം, അവിടെ തന്നെ സർവീസ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഓട്ടോന്റെ ഒരു പണി അറിയുന്ന ആൾക്കാർ ചെയ്യാവുന്ന പ്രശ്നം വരികയാണെങ്കിൽ. പിന്നെ ഉള്ളത് കൂടുതലും ഹൈഡ്രോളിക്കിന്റെ കുറെ പാർട്സുകളാണ്. അപ്പൊ ഈ ഉപയോഗിച്ചിരിക്കുന്ന ഹൈഡ്രോളിക്കിന്റെ സംഭവങ്ങളൊക്കെ നമ്മൾ ഏത് കമ്പനിയുടെയാണ്, അല്ല എന്താണ് അതിന് ക്വാളിറ്റി എന്ന് നമുക്ക് പറയാനുള്ളത്? ഇത് നമ്പർ 1 ഹൈ ക്വാളിറ്റി ഉള്ള ഹൈഡ്രോളിക്സ് ആണ്. കാരണം ലിഫ്റ്റ് വെൽ എന്നൊരു കമ്പനി നിങ്ങൾക്ക് ചിലപ്പോൾ ഗൂഗിളിൽ അടിച്ചാൽ അറിയായിരിക്കും. ഗുജറാത്തിലാണ് ഉള്ളത്, രാജ്ഘട്ടില്. അവിടെ വേൾഡ് ലെവലിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ലിഫ്റ്റ് വെൽ എന്ന സിലിണ്ടർ. എല്ലാ തരത്തിലുള്ള മിഷനറികൾക്കും അവരാണ് സിലിണ്ടർ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ നമ്മളും അവർക്ക് ഗുജറാത്തിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് വന്ന സിലിണ്ടറാണിത്. ഇത് പറഞ്ഞാൽ ഇതിലെ പ്രഷർ അതിന്റെ ഓരോ കാര്യങ്ങളും അവർ ചെക്ക് ചെയ്ത് ആക്കിയ ശേഷമാണ് നമുക്ക് അയച്ചു തരുന്നത്. അല്ലാണ്ട് ലോക്കലായിട്ട് ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് അവിടെ നിന്ന് അങ്ങനെ ഉണ്ടാക്കിയിട്ട് അങ്ങനത്തെ ഒരു സിലിണ്ടർ അല്ലാതെ അല്ല. അതായത് ഇവിടെ വന്നിട്ട് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ആ ക്വാളിറ്റി, അതായത് എനിക്ക് തോന്നുന്നു ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു നെട്ട് പോലും വളരെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൽ സംശയം വേണ്ട. ഇപ്പോൾ പല ആൾക്കാരും തോന്നും ചിലപ്പോൾ അത് നമ്മളെ ലോക്കൽ മെയ്ഡാണ് എന്നൊരു ഇതുണ്ടാവും. ലോക്കൽ മെയ്ഡ് പറഞ്ഞാൽ ഞാൻ ഉദാഹരണം പറയാനുള്ളത്, ഇപ്പം നമ്മൾ ടയറാണ് വാങ്ങണ വയ്ക്കുക, ടയർ MRF ടയറാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് അങ്ങനെ ലോക്കൽ മെയ്ഡ് ആവും അത്. അതെ. അതേമാതിരി എഞ്ചിന്റെ കാര്യത്തിൽ എടുത്താലും നമ്മൾ ഗ്രീവ്സിന്റെ എഞ്ചിനാണ്. അതും ആൾ ഇന്ത്യ ലെവലിൽ ഫേമസ് എഞ്ചിനാണ്. അതുപോലെ അതിന്റെ പമ്പ്, ഹൈഡ്രോളിക് പമ്പുകൾ, അതേമാതിരി ഓസ്, ഇത് 1200 ബാർ പ്രഷർ കപ്പാസിറ്റി ഉള്ള ഓസാണ് ഇതിൽ സെറ്റ് ചെയ്തത്. അതായത് ഇത് നമുക്ക് ഇപ്പൊ നമ്മൾ ഫ്രണ്ടിൽ ഉപയോഗിക്കുമ്പോൾ അത്രയും വെയിറ്റ് എടുക്കും. 200 കിലോ ബാർ ഇതിൽ വരുള്ളൂ. അപ്പൊ അതിന് മേലെ പവർ ഉള്ളതാണ് നമ്മൾ കേബിൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇപ്പൊ നട്ടായിക്കോട്ടെ ബോൾട്ട് ആയിക്കോട്ടെ ലോക്കൽ അങ്ങനത്തെ ഒരു ഐറ്റം എല്ലാം TVS-ന്റെയാണ്. ഹൈ ക്വാളിറ്റിയിൽ തന്നെയാണ്. അതായത് മെയ്ഡ് ഇൻ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ളത് പറയുന്നത് നമ്മൾ ഇതേപോലുള്ള ആളുകളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളെ നാട്ടിൽ ഇതുപോലെ ഓരോ വാഹനങ്ങൾ ഉണ്ടാക്കി അത് വളരെയധികം ആളുകൾ വ്യാവസായികമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ, അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു കമ്പനി എന്ന് പറയുന്നത് ശരിക്കും ജനിക്കുന്നത്. അപ്പം നമ്മളെപ്പോലുള്ള ആളുകൾ അത് സപ്പോർട്ട് ചെയ്യുക, നെഗറ്റീവ് അടിക്കുന്നവർ ശ്രദ്ധിക്കുക. നമ്മളും ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കുന്നവരെ നമ്മൾ തരം താഴ്ത്താതിരിക്കുക. അപ്പോൾ ചേട്ടാ നമ്മൾ ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു അല്ലേ? അപ്പോൾ ഇനി ഇതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് കാണാനുള്ളത് അല്ലേ? അപ്പോൾ അതൊന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പൊ ഈ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത്ര നേരം കൊണ്ട് കണ്ടത്. അപ്പൊ നമ്മൾ ഇതുവരെ പറയാത്തൊരു കാര്യമുണ്ട്, ഈ വണ്ടിയുടെ വില എത്ര രൂപയാണ് ഈ വാഹനത്തിന്? നിങ്ങൾ നമ്മൾ എക്സ്കവേറ്റർ 4.5 ലക്ഷമാണ്.
അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ്റെ വില നമ്മൾ അതിന് വെച്ചിട്ട് ഒരു 8,500 രൂപ എഞ്ചിൻ്റെ വില കൂടുതലാണ്. അതുപോലെ ഫ്രണ്ട് ടയറും അതിനേക്കാൾ ഒരു അല്ല മൊത്തം നിങ്ങൾ ഈ വാഹനം ഒരു 20,000 രൂപ അഡീഷണൽ വരും. അഡീഷണൽ. അപ്പോൾ എത്ര രൂപയാണ് 4,70,000 നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. 4,70,000 രൂപ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു വാഹനം ആർക്കും വാങ്ങാം അല്ലേ? ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടുകൊടുത്തോളം പറഞ്ഞാൽ വളരെ ചെറുതാണ്. നമ്മൾ നേരത്തെ പറയാതെ വിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനം റോഡിലൂടെ ഓടിച്ചു കൊണ്ടുപോകാൻ അനുമതിയില്ല. അപ്പോൾ ഒരു എയ്സ് വാഹനത്തിലൊക്കെ കയറും അല്ലേ? അപ്പോൾ ഒരു എയ്സ് വാഹനത്തിലൊക്കെ കയറ്റിയിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോയിട്ട് ജോലി ചെയ്യാനൊക്കെ സാധിക്കും അല്ലേ? അപ്പോൾ 4,70,000 രൂപയാണ് ഇതിന് വില വരുന്നത്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആളുകൾ ഇതുപോലെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ വാഹനങ്ങൾ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ നേരിട്ട് വന്ന് നിങ്ങൾ ഈ വാഹനം കണ്ട് അല്ലേ പിന്നെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഓർഡർ ചെയ്യുന്നതിനും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചെടുക്കാം. അതുപോലെ ഇതിന് വേറൊരു കാര്യം, ഇതിപ്പോൾ കേരളത്തിൽ ഈ ഒരു മെഷീൻ ഞാൻ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഇങ്ങനെ ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ ഇദ്ദേഹം ഇതുപോലെ പല മെഷീനുകളും ഉണ്ടാക്കിയിട്ട് നമ്മളെ ചാനലിലൂടെ നിങ്ങൾ പലരും കണ്ടു കാണും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ കമൻറ്റിൽ ഇടുന്നുണ്ട്. പ്രത്യേകം പറയുകയാണ്, വീഡിയോൻ്റെ കമൻറ്റിലാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് നമ്പറാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. പരമാവധി വാങ്ങിക്കാൻ ഇതൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ വിളിക്കുക. സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാം അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ എന്തെങ്കിലും കാരണവശാൽ വിളിക്കുമ്പോൾ ബിസി ആണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് സമയം കഴിഞ്ഞിട്ട് കാരണം അതെ തിരിച്ചു വിളിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.